ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിപ്പോൾ ആസാമിൽ ദിബ്രുഗർ രൂപതയിൽ നർക്കട്ടിയ എന്നൊരു ഇടവകയിലാണ്. ഈ ഫോട്ടോയിൽ കാണുന്ന അച്ഛൻ, ഞങ്ങളിവിടെ വന്ന് അച്ഛനും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്നു. ഫാദർ ബർത്തലോമിയ ഇവിടുത്തെ പാരിഷ് പ്രീസ്റ്റാണ് ഈ മിഷനിൽ. അത് കഴിഞ്ഞ് 16-ാം തീയതി രാവിലെ അച്ഛനായിരുന്നു കുർബാന. ആ കുർബാനയിൽ ഞങ്ങൾ സംബന്ധിച്ചിരുന്നു. എൻ്റെ സ്നേഹ ബഹുമാന ജനമേ, വളരെ വേദനയോടുകൂടി ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. 16-ാം തീയതി 6:30 മണിക്കുള്ള കുർബാനയിൽ സംബന്ധിച്ചപ്പോൾ കുർബാന മധ്യേ പ്രസംഗം പറഞ്ഞത് അച്ഛൻ ഇങ്ങനെയായിരുന്നു: നിങ്ങളാരും മരണത്തെക്കുറിച്ച് ഭയപ്പെടരുത്. മരണം ഉറപ്പാണ്. ഈശോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് നിങ്ങളെ കൊണ്ടുപോകും. അതിന് പറയുന്ന പേരാണ് മരണമെന്ന്. അച്ഛൻ പറഞ്ഞ വാക്കുകളാണ് 6:30 മണിക്ക് കുർബാനയിൽ. പ്രിയജനമേ, मैं जा रहा हूँ तुम्हारे लिए जगह की खोज में, तुम्हारे लिए जगह की खोज में मैं जा रहा हूँ. जगह की बंदोबस्त होने के बाद मैं वापस आएगा और तुमको भी ले जाएगा. उसी का नाम है मृत्यु. അതിൻ്റെ പേരാണ് മരണം. അതുകൊണ്ട് മരണത്തെക്കുറിച്ച് ആരും ഭയപ്പെടരുത്. മരണം എപ്പോൾ വേണമെങ്കിൽ വരാം. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കണം. നിങ്ങൾ വിശുദ്ധിയിൽ ജീവിക്കുക. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ കുറേ നേരം പ്രസംഗിച്ചു. ഞാനും കരുതായിരുന്നു, ദൈവമേ, എന്തുകൊണ്ട് അച്ഛൻ ഇങ്ങനെ കുറേ നേരം പ്രസംഗിക്കുന്ന ഈ മരണത്തെക്കുറിച്ച്. സ്നേഹ ബഹുമാന ജനമേ, അന്ന് വൈകിട്ട് 16-ാം തീയതിയാണ് ഈ പ്രസംഗം നടന്നത് അച്ഛൻ്റെ കുർബാനയിൽ. അന്ന് വൈകിട്ട് 4 മണിയായപ്പോൾ, 16-ാം തീയതി തന്നെ വൈകിട്ട് 4 മണിയായപ്പോൾ, ഞങ്ങൾ ധ്യാനിപ്പിക്കുന്ന പള്ളിയിലെ അലോക് എന്നൊരച്ഛൻ എന്നോട് പറഞ്ഞു, ബർത്തലോമി അച്ഛൻ മരിച്ചുപോയെന്ന്. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. 51-52 വയസ്സ് പ്രായം കാണും. എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്തായി പറയുന്ന അച്ഛൻ? അത് ടിൻസുക്കി എന്ന സ്ഥലത്ത്, ഇവിടെ അടുത്തുള്ള സ്ഥലമാണ്, ആസാമിൽ. നടന്നു പോകുമ്പോൾ വഴിയിൽ അസ്വസ്ഥതയുണ്ടായി. അപ്പം തന്നെ ഒരാൾ പിടിച്ച് അവിടെ ഇരുത്തി. അച്ഛൻ ആ ജഗയിൽ അവിടെ തന്നെ ആ സ്പോട്ടിൽ മരിച്ചു. പ്രിയമുണ്ട്, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നുണ്ട്, മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാണ്. ഒരു പുല്ലിനെ പോലെയുള്ളൂ. എൻ്റെ സ്നേഹ ബഹുമാന ജനമേ, ഇന്നലെ ഉള്ളവർ ഇന്നില്ല, ഇന്നുള്ളവർ നാളെ ഉണ്ടോ നമുക്കറിയില്ല. നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല പ്രിയമക്കളെ. സണ്ണിക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല. ദൈവം തരുന്ന ജീവൻ, കർത്താവ് അതേത് സമയത്ത് തിരിച്ചെടുക്കുമെന്ന് അറിയില്ല സ്നേഹമുള്ളവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 24:43 കള്ളൻ വരുന്നത് എപ്പോഴെന്ന് വീട്ടുടമസ്ഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ വീട് കവർച്ച ചെയ്യാൻ സമ്മതിക്കുമായിരുന്നില്ല. എന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ കള്ളൻ വന്നാലോ കട്ടുകൊണ്ടു പോവില്ലേ? എന്നിട്ട് നമ്മുടെ ദൈവം കൂട്ടിച്ചേർത്തു, നിങ്ങളും ഒരുങ്ങിയിരിക്കുവിൻ. आप भी तैयार रहो, तुम्हारा प्रभु तुम्हें ले जाने के लिए चोर की तरह आएगा. കള്ളനെ പോലെ വരും നമ്മളെ കൊണ്ടുപോകാൻ. ആ സമയത്ത് അനുദപിക്കാനോ ആ സമയത്ത് എളിമപ്പെടാനോ നമുക്ക് പറ്റില്ല. ബർത്തലോമി അച്ഛൻ സത്യമായിട്ട് ഞാൻ വിശ്വസിക്കുക, അദ്ദേഹം ആ പ്രസംഗം പറഞ്ഞിട്ട് നമുക്ക് അനുദപിക്കണം, നമുക്ക് പശ്ചാത്തപിക്കണം, ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കണം, നമ്മൾ ശത്രുത അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിച്ചപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്ക് ഉറപ്പാണ് അച്ഛൻ സ്വർഗത്തിലായിരിക്കും. നമ്മുടെയും ജീവിതം എളിമപ്പെടാൻ സ്നേഹമുള്ളവരെ. എത്ര കാലമുണ്ട്, എത്ര സമയമുണ്ട് നമുക്കറിയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് മാപ്പ് ചോദിക്കാം, നമുക്ക് സോറി പറയാം ദൈവത്തോട്. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 28-ാം അധ്യായം 6-ാമത്തെ തിരുവചനം, ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കും, നാശത്തെയും മരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് കൽപ്പനകൾ പാലിക്കുക. ജീവിതത്തിനൊരു അന്ത്യമുണ്ട് സ്നേഹിതരെ.
ജീവിതത്തിനൊരു അവസാനമുണ്ട് സ്നേഹമുള്ളവരെ. അതാ ദൈവം പറഞ്ഞ ജീവിതത്തിൽ അന്ത്യം ഓർക്കണം, എന്നിട്ട് ശത്രുത അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും മുന്നിൽ കണ്ടുകൊണ്ട് കൽപ്പനകൾ പാലിക്കുക. പക്ഷെ നമ്മളറിയാത്ത നേരത്തെ കള്ളനെ പോലെ അന്ത്യം വരുമ്പോൾ നമുക്ക് മാപ്പ് ചോദിക്കാൻ പറ്റില്ല, നമുക്ക് അനുദപിക്കാൻ സാധിക്കില്ല, നമുക്ക് കുമ്പസാരിക്കാൻ പറ്റില്ല, നമുക്ക് എളിമപ്പെടാൻ സമയമുണ്ടാവില്ല. അതുകൊണ്ട് പ്രിയജനമേ, എനിക്കും നിങ്ങൾക്കൊക്കെ ഒരുങ്ങിയിരിക്കാം. ഞാനും ഒരുങ്ങിയിരിക്കണം. എപ്പോൾ? ഇന്നിവിടെ ആസാമിലാണ്, കുറച്ച് ദിവസമായി വന്നിട്ട്. ഇനി ഇതാ പോവാണ്. ഇവിടുന്ന് പോയി നാട്ടിൽ പോയി, അത് കഴിഞ്ഞ് അരുണാചലിലെ ധ്യാനം, അത് കഴിഞ്ഞ് തേജ്പൂർ ധ്യാനം, സെമിനാരിയിൽ വീണ്ടും സിസ്റ്റേഴ്സ് ആവാൻ പഠിക്കുന്ന കുട്ടികൾക്ക് ധ്യാനം. ഞങ്ങളുടെ ടീമുണ്ട് കൂടെ, ഒരുങ്ങിയിട്ടുണ്ട്, ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, എല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ ദൈവം അനുവദിക്കുകയോ അറിയില്ല പ്രിയപ്പെട്ടവരെ. നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ഈ വൈദികൻ്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ മിഷൻ വൈദികർക്കും, ലോകം മുഴുവനുള്ള എല്ലാ വൈദികർക്കും, സിസ്റ്റേഴ്സിനും അൽമായ ശുശ്രൂഷകർക്കും, നാനാജാതി മതസ്ഥർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. യേശു ക്രിസ്തു മരിച്ചത് ഒരു ക്രിസ്ത്യാനിക്ക് വേണ്ടി മാത്രമല്ല, ഈ ലോകത്ത് ഉള്ള എല്ലാവർക്കും വേണ്ടിയാണ് മരിച്ചത്. അതുകൊണ്ട് ഒരു മതസ്ഥനും നമ്മുടെ ശത്രുവല്ല, എല്ലാവരും നമ്മുടെ സ്നേഹിതരാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഈ മിഷനിൽ വെച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും രക്ഷ പ്രാപിക്കട്ടെ, എല്ലാവരും വിശുദ്ധി പ്രാപിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നിങ്ങളെ സഹായിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.